ശരി, നമുക്ക് ആരവിന്റെ കഥയിലേക്ക് കടക്കാം. അവനൊരു പുതിയ രഹസ്യം പഠിക്കാൻ പോവുകയാണ്. അതെന്താണെന്ന് നോക്കിയാലോ? കഴിഞ്ഞ കഥ ഓർമ്മയുണ്ടോ? ആരവ് ഒരു പ്രധാനപ്പെട്ട കാര്യം പഠിച്ചു. അതായത്, നമ്മുടെ വികാരങ്ങളൊക്കെ ഹൃദയത്തിനുള്ളിൽ പല പല നിറങ്ങളെപ്പോലെയാണുള്ളതെന്ന്. പക്ഷേ ഇന്ന് ആരവ് അതിലും വലിയൊരു രഹസ്യം പഠിക്കാൻ പോവുകയാണ്. കാരണം ഒരു വികാരം വെറുതെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്, പക്ഷേ അതിനൊരു പേര് കൊടുക്കുന്നത് അതിലും നല്ലതാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോ കഥ തുടങ്ങുന്നത് സ്കൂളിലെ കളിസ്ഥലത്ത് നിന്നാണ്. അവിടെ വെച്ച് ആരവന് എന്തോ ഒരു ആശയക്കുഴപ്പമുണ്ടാകുന്നു. അവന്റെ ഹൃദയത്തിന് ചൂടും ഭാരവും ഒരുമിച്ച് തോന്നാൻ തുടങ്ങുന്നു. എന്തായിരിക്കും കാരണം? ഒരു ദിവസം ആരവ് ക്രിക്കറ്റ് കളിക്കാൻ നോക്കുമ്പോഴേക്കും അവന്റെ കൂട്ടുകാരൊക്കെ കളി തുടങ്ങിയിരുന്നു, അവനെ കൂട്ടാതെ തന്നെ. അപ്പോ ആരവിന്റെ ഹൃദയത്തിന് എന്താ പറ്റിയതെന്നറിയോ? ഒരു വശത്ത് ദേഷ്യം കൊണ്ട് ഉറക്കെ ഒച്ച വയ്ക്കാൻ തോന്നി, മറുവശത്ത് സങ്കടം കൊണ്ട് കരയാനും തോന്നി. ഒരേ സമയം ചൂടും ഒപ്പം ഭാരവും, ആകെ ഒരു കൺഫ്യൂഷൻ. ഈ സമയത്താണ് ആരവിന്റെ ഒരു സഹായം കിട്ടുന്നത്. അവന്റെ ടീച്ചറും പിന്നെ നമ്മുടെ പഴയ കൂട്ടുകാരനായ പക്ഷിയും വരുന്നു. അവർ ശരിയായ വാക്ക് കണ്ടെത്താൻ ആരവിനെ സഹായിക്കുകയാണ്. ടീച്ചർ വന്നിട്ട് ആരവിനോട് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചു. ആരവ്, ദേഷ്യപ്പെടുന്നതിനും സങ്കടപ്പെടുന്നതിനും മുമ്പ് നിനക്കിപ്പോൾ എന്താണ് തോന്നുന്നത് എന്നെന്നോട് പറയാമോ? ആരവിന് എന്തു പറയണമെന്നറിയില്ലായിരുന്നു. അവൻ കുറെ ആലോചിച്ചിട്ട് പറഞ്ഞു, എനിക്ക് എന്തോ ഒരു വിഷമം പോലെ തോന്നുന്നു. പക്ഷേ വിഷമമെന്ന വാക്ക് അത്ര ശരിയായിരുന്നില്ല. അപ്പോഴാണ് നമ്മുടെ ഫീലിംഗ് ബേർഡ് പറന്നു വന്നത്. ആ പക്ഷി ഒരു വലിയ രഹസ്യം പറഞ്ഞു. നമ്മൾ വികാരങ്ങൾക്ക് ഓരോ പേര് കൊടുക്കുമ്പോൾ അവയുടെ ഭാരം കുറയും. അങ്ങനെ ആ പക്ഷി വികാരങ്ങൾക്ക് പേര് നൽകുന്നതിലെ ഒരു മാന്ത്രിക വിദ്യ ആരവിനെ പഠിപ്പിക്കാൻ തുടങ്ങി. വലിയ വലിയ വികാരങ്ങൾക്ക് എന്ത് പേരാണ് വിളിക്കേണ്ടതെന്ന് നോക്കാം. ആദ്യത്തെ വാക്ക് നിരാശ. നമ്മളൊരു കാര്യം ആഗ്രഹിക്കുകയും അത് നടക്കാതെ വരുമ്പോഴുമാണ് നിരാശ തോന്നുന്നത്. ഇത് കേട്ടതും ആരവിന് മനസ്സിലായി, അതെ, എനിക്കിപ്പോൾ തോന്നുന്നതും ഇതാണ്. അടുത്തത് ദേഷ്യം. ശരീരത്തിന് വല്ലാത്ത ചൂടും മുറുക്കവുമൊക്കെ തോന്നുമ്പോൾ അതിനെയാണ് ദേഷ്യമെന്ന് പറയുന്നത്. ആരവിന് നേരത്തെ തോന്നിയ ആ ചൂടുള്ള വികാരം ഓർമ്മയില്ലേ? പിന്നെ സങ്കടം. ഹൃദയത്തിനു ഭയങ്കര ഭാരവും ഒന്നും മിണ്ടാതിരിക്കാനും തോന്നുമ്പോൾ അതാണ് സങ്കടം. ആരവിന്റെ ഹൃദയത്തിന് ഭാരം തോന്നിയത് ഇതുകൊണ്ടാണ്. ഇനി നല്ലൊരു വികാരം, ആവേശം. നമ്മുടെ ഹൃദയം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമ്പോൾ തോന്നുന്നൊരു ഫീലിംഗില്ലേ, അതാണ് ആവേശം. അങ്ങനെ ആ വാക്ക് കിട്ടിയ ഉടനെ ആരവിന് ആശ്വാസമായി. അവൻ ആ വികാരത്തിനൊരു പേര് കൊടുത്തു. എനിക്ക് കളിക്കാൻ പറ്റാത്തതുകൊണ്ട് നിരാശയുണ്ട്. ആ നിമിഷം തന്നെ ആ വലിയ വികാരം ചെറുതായി ചെറുതായി വന്നു. പിന്നെ സംഭവിച്ചത് കണ്ടോ? വാക്കുകൾ ആ പ്രശ്നം തന്നെ ഇല്ലാതാക്കി. ആരവ് അവന്റെ കൂട്ടുകാരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, നിങ്ങളെന്നെ കൂട്ടാതെ കളി തുടങ്ങിയപ്പോൾ എനിക്ക് നിരാശ തോന്നി. ഇത് കേട്ടപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. അവർ പറഞ്ഞു, അയ്യോ സോറി, വാ ഞങ്ങളുടെ കൂടെ കളിച്ചോൾ. അപ്പോ ആരവ് അവന്റെ പ്രശ്നം പരിഹരിച്ചു. ഇനി നമുക്ക് ഒരുമിച്ച് ഇതൊന്ന് പരിശീലിച്ചു നോക്കിയാലോ? ഫീലിംഗ് ബേർഡിന്റെ കൂടെ റെഡിയല്ലേ? ഇനി അടുത്ത തവണ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം തോന്നുമ്പോൾ ഒന്ന് സ്വയം ചോദിച്ചു നോക്കൂ, എനിക്ക് തോന്നുന്നത് ദേഷ്യമാണോ? അതോ എനിക്ക് തോന്നുന്നത് സങ്കടമാണോ? അതുമല്ലെങ്കിൽ ആരവിന് തോന്നിയതുപോലെ എനിക്ക് തോന്നുന്നത് നിരാശയാണോ? ഇനി ആ ഫീലിംഗ് ബേർഡിന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രഹസ്യമുണ്ട്. കേൾക്കാൻ തയ്യാറാണോ? ഒരു വികാരത്തെ എങ്ങനെ മെരുക്കിയെടുക്കാമെന്നതിനെക്കുറിച്ചാണ്. പക്ഷി പറഞ്ഞതിതാണ്, നിങ്ങൾ നിങ്ങളുടെ വികാരത്തിനൊരു പേര് നൽകുമ്പോൾ നിങ്ങൾ അതിനെ നിയന്ത്രിക്കുന്നു. പക്ഷെ നിങ്ങൾ അതിനൊരു പേര് കൊടുക്കുന്നില്ലെങ്കിലോ, അത് നിങ്ങളെ നിയന്ത്രിക്കും. മനസ്സിലായോ? പേര് കൊടുക്കുന്നത് അത്രയ്ക്ക് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഓർമ്മിക്കേണ്ട ഒരേയൊരു കാര്യം ഇതാണ്: വലിയ വികാരങ്ങളെ മെരുക്കിയെടുക്കാൻ അതിനൊരു പേര് കൊടുത്താൽ മതി. സിമ്പിളല്ലേ?